സംഖ്യാപുസ്തകം അധ്യായം 32. ദൈവമേ, നിന്റെ വേദപ്രമാണത്തെ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. രൂബേന്യർക്കും ഗാദ്യർക്കും വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യാസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് നല്ല മേച്ചിൽ സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലിയാസാറിനോടും സഭയിലെ പ്രധാനികളോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൻ, എലെയാലെ, സെബാ, നെബോ, ബെയോൻ എന്നിങ്ങനെ ദൈവം ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശങ്ങൾ ആടുമാടുകൾക്ക് മേച്ചിലിന് കൊള്ളാവുന്ന പ്രദേശങ്ങൾ അത്രേ. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ പ്രദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണമേ. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ റക്കേഗയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് ദൈവകോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്തു കൽപ്പിച്ചത് കെനിസ്യനായ യെഫൂന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ദൈവത്തോട് പൂർണ്ണമായി ചേർന്നു നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുവനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശം കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി ചേർന്നു നിന്നില്ല. അങ്ങനെ ദൈവകോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത തലമുറ എല്ലാം നശിച്ചു പോകുന്നതുവരെ അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമാറാക്കി. ഇസ്രായേലിന്റെ നേരെ ദൈവത്തിന്റെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു സമൂഹമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്മാറിയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെ എല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടന്നുകൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ദേശത്തെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുവൻ താൻ്റെ അവകാശം അടക്കിക്കൊള്ളുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാനക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടി അവകാശം വാങ്ങുകയുമില്ല. കിഴക്ക് യോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ യുദ്ധസന്നദ്ധമായി പുറപ്പെട്ട് ദൈവം തൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കി കളയുന്നതുവരെ നിങ്ങൾ എല്ലാവരും
അവന്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാൻ അക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം ദൈവം മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും ദൈവത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം അവകാശമായി തീരും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിതു നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവിൻ. ഗാദ്യരും രൂബേന്യരും മോശയോട് യജമാനൻ കൽപ്പിക്കുന്നത് പോലെ അടിയങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളെയെല്ലാം ഗിലെയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. നിന്റെ ദാസരായ ഞങ്ങൾ യജമാനൻ കൽപ്പിക്കുന്നത് പോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി ദൈവത്തിൻ്റെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലിയാസാരിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഗാദ്യരും രൂബേന്യരും ഓരോരുവൻ യുദ്ധ സന്നദ്ധനായി ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളോടുകൂടെ യോർദാൻ അക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങൾ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശാവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്തു തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിനു ദൈവം അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ പാതിഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഹിന്റെ രാജ്യവും അതിൻ്റെ അതിർത്തികളിൽ ചുറ്റുമുള്ള പ്രദേശത്തെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, അതാരോത്ത്, ആരോയർ, അത്രോത്ത്, ഷോഫാൻ, യസേർ, യോഗ്ബെഹ, ബേത്സി, ബേത് നിമ്ര, ബേത് ഖാരാൻ എന്നിങ്ങനെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു. അവയിൽ ആടുകൾക്ക് തൊഴുത്തുകളും പണിതു. രൂബേന്യർ ഗിഷ്ബോനും എലേയാലെയും കീര്യത്തയും പേര് മാറ്റിക്കളഞ്ഞ നെബോ, ബാൽമയോൻ എന്നിവയും സിമ്മയും പണിതു. അവർ പണിത നഗരങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഗീയേലിൻ്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ കീഴടക്കി അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു. മോശ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മഖീരിന് കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഗ്രാമങ്ങൾ കീഴടക്കി. അവർക്ക് ഹവ്വോത്ത് യായീർ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കെനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും കീഴടക്കി. അതിന് തൻ്റെ പേരിൽ പ്രകാശം നോബഹ് എന്ന് പേരിട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.